നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഗെയിം ഓൺ വിത്ത് റാഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ തൻ്റെ കരിയറിൽ നേരിട്ട ഏറ്റവും വലിയ പരാജയം, താൻ ഇങ്ങനെ അപമാനിതനായിട്ടില്ല ഇതുവരെ എന്ന് നെയ്മർ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞ ദിവസം ഇന്നലത്തെ രാത്രി നെയ്മർ ആരാധകരുടെ മനസ്സിലൊരു മുറിവായിട്ടങ്ങ് കിടക്കും. തങ്ങളുടെ പ്രിയപ്പെട്ട കളിക്കാരൻ കളിക്കളത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച, അദ്ദേഹം വിതുമ്പി കരഞ്ഞുകൊണ്ട് തൻ്റെ ജേഴ്സി കൊണ്ട് മുഖം മറച്ചുകൊണ്ട് കയറിപ്പോകുന്ന കാഴ്ച, നിരാശൻ, വലിയ രൂപത്തിൽ ദുഃഖിതൻ, ഇങ്ങനെയൊക്കെ നെയ്മറെ കാണുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. സാൻഡോസും വാസ്കോഡി ഗാമയും തമ്മിലുള്ള മത്സരം വരുന്നു എന്ന് പറയുമ്പോൾ ആരാധകരൊക്കെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടി കാത്തിരുന്നത് നെയ്മർ ജൂനിയറും ഫിലിപ്പെ കുട്ടീഞ്ഞോയും നേർക്ക് നേരെ ഏറ്റുമുട്ടുകയാണല്ലോ. ആ കട്ടച്ചങ്കുകൾ കളിക്കളത്തിൽ പരസ്പരം പോരടിക്കുന്നത് കാണാൻ കഴിയുമല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു. ഫിലിപ്പെ കുട്ടീഞ്ഞോ 2 ഗോളുകൾ നേടി, മികച്ച പ്രകടനം നടത്തി. പക്ഷേ 6-0 അവർ സാൻഡോസിനെ വലിച്ചു കീറി വിട്ടത്. നെയ്മർ ജൂനിയർ സാൻഡോസിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരാണ്. അദ്ദേഹം പൊട്ടി അങ്ങ് കരഞ്ഞു. കളി കഴിഞ്ഞിട്ട് കളിക്കിടയിൽ തന്നെ വിതുമ്പി നിൽക്കുന്ന നെയ്മറെ നമ്മൾ കണ്ടു. ഇങ്ങനെ ഒരു പരാജയം അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രത്തോളം അപമാനിതനായ മറ്റൊരു മത്സരമില്ല, ഇത്രയും വലിയൊരു പരാജയം എൻ്റെ കരിയറിൽ ഞാൻ വേറെ ഏറ്റുവാങ്ങിയിട്ടില്ല എന്ന്. പക്ഷേ ആ കളി കണ്ട ആരും പറയില്ല നെയ്മർ മോശമായിട്ടാണ് കളിച്ചത് എന്ന്. സുന്ദരമായിട്ടുള്ള സ്കില്ലുകൾ, അതുപോലെയുള്ള നീക്കങ്ങളൊക്കെ നെയ്മർ മെനഞ്ഞെടുത്തിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, കൂടെയുള്ളവർ കൂടി നന്നായി കളിക്കേണ്ടേ. നെയ്മറുടെ പ്രകടനം നമ്മളൊന്ന് നോക്കുകയാണ്. ഇതാ നെയ്മർ വരുന്നു കളിക്കളത്തിലേക്ക്. പതിവ് പോലെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് അദ്ദേഹം വലിയ സന്തോഷത്തിൽ കളിക്കളത്തിലേക്ക് വരുന്നു. മികച്ചൊരു പ്രകടനം ആരാധകരും അവിടെ പ്രതീക്ഷിക്കുകയാണ്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കുക. നെയ്മർ വലിയ സന്തോഷത്തിൽ, ആവേശത്തിൽ, പ്രതീക്ഷയിലാണ് എത്തുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കുട്ടിഞ്ഞയെ കാണാൻ പറ്റും. ചിരിച്ചുകൊണ്ട് തുടങ്ങിയാണ്, അവർ ഹഗ് ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് പക്ഷെ അവസാനം കണ്ണീരണിഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതാ നെയ്മറുടെ നീക്കങ്ങൾ. നെയ്മർ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ കാവമായിട്ടാണ് കളിക്കളത്ത് നിൽക്കുന്നത്. അദ്ദേഹം കൊടുക്കുന്ന ബോൾ നോക്കുക, മികച്ചൊരു ബോളായിരുന്നു അത്. പക്ഷേ അത് നഷ്ടപ്പെടുത്തി. വീണ്ടും ഒരു ഷോർട്ട് കോർണർ, അതുവഴി നെയ്മർ ജൂനിയർ കൊടുക്കുന്ന ക്രോസ് നോക്കുക. മികച്ച രൂപത്തിൽ ഒരാൾ ഹെഡ് ചെയ്യാൻ തുനിഞ്ഞാൽ അത് വലയിലേക്ക് എത്തിക്കാം, പക്ഷെ അത് നശിപ്പിച്ചു. ഇവിടെ നെയ്മറെ ഫൗൾ ചെയ്യുന്ന കാഴ്ചയാണ്. നെയ്മറുടെ ടീമിന് അനുകൂലമായിട്ട് റഫറി അതിൽ ഫ്രീ കിക്കും വിധിച്ചു. നെയ്മറുടെ ഫ്രീ കിക്കും മികച്ചതായിരുന്നു. അതും പക്ഷേ കണക്ട് ചെയ്യാൻ ഒരു സാൻഡോസ് കളിക്കാരനെ കൊണ്ടും കഴിയാതെ പോകുന്നു. നെയ്മറുടെ കൂടെയുള്ളവർ എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് ആരാധകർക്ക് തോന്നിപ്പോകും. വീണ്ടും മികച്ച നീക്കം, നല്ലൊരു ബോൾ നോക്കുക. ഇതിനപ്പുറം എങ്ങനെ മികച്ച രൂപത്തിൽ കൊടുക്കാൻ പറ്റും? അത് നേരെ കൈകളിലേക്ക് അടിച്ചു കൊടുക്കുന്നു, ഗോളിയുടെ കൈകളിലേക്ക് അടിച്ചു കൊടുക്കുന്നു. വീണ്ടും നെയ്മറെ വീഴ്ത്തുകയാണ്. ഫൗളാണ് അവിടെ റഫറി വിധിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത ഒരു നീക്കത്തിന് കോപ്പ് കൂട്ടുന്ന നെയ്മറെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം വളരെ കാമായിട്ട് കളക്റ്റഡായിട്ട് നീക്കം ഉണ്ടാക്കുന്നു. ഡിഫൻഡർമാർ അനായാസം അദ്ദേഹം മറികടന്നുകൊണ്ടുള്ള ബോൾ കൊടുക്കുന്നു. പക്ഷേ അതൊന്നും തിരിച്ചതുപോലെ കിട്ടുന്നില്ല. വീണ്ടും നോക്കുക, നെയ്മർ കൊടുത്ത ആ ബോൾ എത്ര മനോഹരമാണ്, അത് അടിച്ചു പറത്തിക്കളഞ്ഞു. നെയ്മറുടെ കോർണർ കിക്ക് വരുന്നു, പക്ഷേ അത് അത്ര ഫലപ്രദമായ ഒന്നായിരുന്നില്ല. വീണ്ടും നെയ്മർ ഇടത് പാർശ്വത്തിലൂടെ മനോഹരമായിട്ടുള്ള നീക്കം, അദ്ദേഹത്തിൻ്റെ ക്രോസ് വരുന്നു, വളരെ ഫീബിളായിട്ടുള്ള ഹെഡർ. അതിൻ്റെ റീബൗണ്ട് ആണെങ്കിലോ അടിച്ചങ്ങ് ബാറിന് മുകളിലൂടെ പറത്തി കൊടുക്കുന്നു. വീണ്ടും നെയ്മറുടെ നീക്കം നോക്കുക, എതിർ ടീം താരങ്ങളെ മനോഹരമായിട്ട് മാറ്റിക്കൊണ്ട് അദ്ദേഹം ബോൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ഇതൊന്നും ഉപയോഗപ്പെടുത്താൻ സാൻഡോസിൻ്റെ കളിക്കാർക്ക് കഴിയുന്നില്ല. നെയ്മറെ പിടിച്ചു വീഴ്ത്തുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. കാർഡ് കൊടുക്കണമെന്ന റഫറിയോട് അദ്ദേഹം ആവശ്യപ്പെടുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും കളി പുരോഗമിക്കുകയാണ്. നെയ്മറുടെ അടുത്ത സെറ്റ് പീസ് വരുന്നു, മികച്ച കോർണർ. ആരെങ്കിലും ഉണ്ടോ അത് കണക്ട് ചെയ്യാൻ? ഇവിടെ വന്ന റീബൗണ്ട് ബാറിന് മുകളിലൂടെ അടിച്ചു പറത്തുകയും ചെയ്യുന്നു. വീണ്ടും ഇരുഭാഗത്തേക്കും നീക്കങ്ങൾ. നെയ്മർ ജൂനിയറുടെ മറ്റൊരു നീക്കം, അദ്ദേഹം അത് ഫ്രീ കിക്ക് അടിക്കാതെ അങ്ങനെ ബോളുമായിട്ട് മുന്നോട്ട് കയറി പോകാൻ ശ്രമിക്കുന്ന പെനാൽറ്റി ബോക്സിൽ അദ്ദേഹം ബോൾ കൊടുത്തു. പക്ഷേ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവിടെ വീണു. അത് ഫൗളാണെന്നാണ് വാദിക്കുന്നത് സാൻഡോസിൻ്റെ താരങ്ങളൊക്കെ. പക്ഷേ റഫറി അത് ഫൗള്, പെനാൽറ്റി വിധിച്ചിരുന്നില്ല. വീണ്ടും അടുത്ത നെയ്മറുടെ കളി മെനയാനുള്ള ശ്രമം അദ്ദേഹത്തെ വീഴ്ത്തുന്നു. ഒരിക്കൽ കൂടി നെയ്മർ ജൂനിയർ ബോളുമായിട്ട് നീക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നെങ്കിലും കൂടെയുള്ള താരങ്ങൾ അദ്ദേഹത്തിൻ്റെ മികവിനോ അനുസരിച്ച് വേണ്ടെന്നേ, അദ്ദേഹത്തിൻ്റെ മികവിൻ്റെ 7 അയലത്തെങ്കിലും എത്തുന്ന ഒരുത്തനെങ്കിലും ആ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു. നെയ്മർ കൊടുക്കുന്ന ബോളുകൾക്കനുസരിച്ച് അഡ്വാൻസ് ചെയ്യാനോ ഓവർലാപ്പ് ചെയ്യാനോ ഒന്നും കൂടെയുള്ള സഹതാരങ്ങൾ ശ്രമിക്കുന്നില്ല, തുനിയുന്നില്ല. എന്നാൽ പോലും നെയ്മർ ജൂനിയർ നീക്കങ്ങൾ ഉണ്ടാക്കുന്നു.
നെയ്മറുടെ ആ ഒരു വലിയ രൂപത്തിൽ ആങ്കർ റഫറിക്ക് നേരെ കാണാൻ പറ്റും. റഫറി നെയ്മർ ജൂനിയർക്കെതിരെ യെല്ലോ കാർഡ് കൊടുത്തു. അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത കളിയിൽ ബാഹിയക്കെതിരെ നെയ്മർ ജൂനിയർക്ക് പുറത്തിരിക്കേണ്ടി വരികയാണ്. അദ്ദേഹത്തിന് 3 യെല്ലോ കാർഡ് കിട്ടിയതുകൊണ്ട് അടുത്ത കളി അദ്ദേഹം സസ്പെൻഡഡ് ആണ്. അങ്ങനെ ഒരു തിരിച്ചടി കൂടി ഇപ്പോൾ സാൻഡോസിന് ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. വീണ്ടും നോക്കുക, നെയ്മർ ജൂനിയർ മികച്ച രൂപത്തിൽ തന്നെ ബോൾ എടുത്ത് ഡിഫൻഡർമാരെ മറികടന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനനുസരിച്ച് മറ്റുള്ളവരിൽ നിന്ന് സഹായമോ സപ്പോർട്ടോ ഒന്നും ലഭിക്കാത്ത നെയ്മർ ജൂനിയറെയാണ് നമ്മൾ കാണുന്നത്. മൈതാന മധ്യത്തിലാണ്, അദ്ദേഹം ബോൾ അങ്ങോട്ട് കൊടുത്തു, തിരികെ കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ് അവസ്ഥ. നിരാശനായിട്ട് ഹാഫ് ടൈമിന് നെയ്മർ ജൂനിയർ മടങ്ങി പോകുന്നത് കാണാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എതിരാളികൾ ഫിലിപ്പെ കുട്ടിഞ്ഞോയും സംഘവും മികച്ച രൂപത്തിൽ തന്നെ കളിക്കുകയും നീക്കങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു. നെയ്മറുമായിട്ട് സൗഹൃദം പങ്കിടുന്ന കുട്ടിഞ്ഞോയെ നമുക്ക് കളിക്കളത്തിൽ കാണാൻ പറ്റുന്നു. വീണ്ടും ഇതാ രണ്ടാം പകുതിയിലും നെയ്മർ ജൂനിയർ ബ്രസീലിയൻ മാന്ത്രികൻ നീക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലവത്താക്കാൻ കൂടെയുള്ളവർക്കോ സാൻഡോസ് ടീമിനോ കഴിയുന്നില്ല. നെയ്മർ നിരാശനായിട്ട് നിൽക്കുന്ന കാഴ്ച കാണാം. കാരണം സ്വന്തം ടീം ഗോളിങ്ങനെ വഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നിരാശയോടെ നിൽക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്. വീണ്ടും അടുത്ത നീക്കമാണ് നെയ്മർ ജൂനിയറുടെ നീക്കം. മനോഹരമായിട്ട് അദ്ദേഹം ബോളുമായിട്ട് ഓടിക്കയറുന്നുണ്ട്. മികച്ച രൂപത്തിൽ തളികയിൽ എന്ന വണ്ണം കൊടുക്കുന്ന പന്ത് അത് നഷ്ടപ്പെടുത്തുന്നു. വീണ്ടും നെയ്മർ ജൂനിയറുടെ ഒരു ശ്രമമാണ്. നെയ്മർ ജൂനിയർ തുടരെ നീക്കങ്ങൾ ഉണ്ടാക്കുന്നു. സഹതാരങ്ങൾ കൂടെ ഒപ്പം പിടിക്കുന്നതിൽ പരാജയപ്പെടുന്നു. അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത്. അത് ഒരു തുടർക്കഥയാവുകയാണ്. തുടരെ നമുക്കത് പറയേണ്ടി വരികയാണ്. അടുത്തത് നോക്കുക, മികച്ചൊരു ബോളായിരുന്നു, പക്ഷെ അത് ഫിനിഷ് ചെയ്യുമ്പോൾ പോലും അത് കൗണ്ട് ചെയ്യുന്നില്ല, ഓഫ് സൈഡായി പോയി. ആ റണ്ണൊന്ന് ചെക്ക് ചെയ്യാൻ പോലും കഴിയാതെ പോയി. അത് ഓഫ് സൈഡായി പോകുന്ന ഒരു കാഴ്ച കണ്ടു. തൊട്ടു പിന്നാലെ കളിയെല്ലാം കഴിയുമ്പോൾ നെയ്മർ ജൂനിയർ കരഞ്ഞ് കലങ്ങിയിരിക്കുന്ന കാഴ്ചയാണ്. നിരാശനാണ്. പക്ഷേ ഇത് സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. ഫെർണാണ്ടോ ഡെനിസ് എന്ന എതിർ ടീമിൻ്റെ കോച്ച് നെയ്മർ ജൂനിയറെ ആശ്വസിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. നേരത്തെ നെയ്മർ ജൂനിയറെ ദേശീയ ടീമിൽ പരിശീലിപ്പിച്ചിട്ടുള്ള ആളാണ് ഫെർണാണ്ടോ ഡെനിസ്. അദ്ദേഹം കളി കഴിഞ്ഞിട്ട് പറഞ്ഞു, നെയ്മർ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യും, കാരണം അവനൊരു സ്പെഷ്യൽ ടാലൻ്റാണ്, അവന് കളിക്കാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കരഞ്ഞ് കലങ്ങി കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയർ കളിക്കളം വിടുന്നത്. ആരാധകർ പ്രതിഷേധം കാണിക്കുന്നുണ്ട്. അവർ തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ. അതായത് പുറം ഭാഗം ഗ്രൗണ്ടിന് നേരെ വെച്ചുകൊണ്ട് ആരാധകർ ഒന്നടങ്കം തിരിഞ്ഞു നിൽക്കുന്നു. കാരണം അവിടുത്തെ സ്റ്റേഡിയത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി ആരാധകർ എത്തിയിരുന്നു. നെയ്മർ പറഞ്ഞു, ആരാധകർ ചെയ്തത് ശരിയാണ്, പ്രൊട്ടസ്റ്റ് നടത്തണം, വയലൻസ് ഇല്ലാതെ പ്രൊട്ടസ്റ്റ് നടത്തണം, കാര്യങ്ങൾ മാറണമെന്ന്. എന്തായാലും ഡേവിഡ് ലൂക്കയുടെ ആ ഒരു മെസ്സേജ് കൂടി പിന്നാലെ വന്നു. നെയ്മറുടെ മകൻ നെയ്മർക്ക് വാട്സപ്പിൽ അയച്ചത്, പ്രിയപ്പെട്ട അച്ഛ, നിങ്ങൾ കരയരുത്, നിങ്ങൾ എനിക്കൊരു ഇൻസ്പിറേഷനാണ്, നിങ്ങളെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്, ഏത് വേദനയുണ്ടെങ്കിലും നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ കൈവിടരുത്, നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന എനിക്ക് കാണണം. അത് തന്നെയാണ് ഓരോ ആരാധകനും ഇപ്പോൾ പറയുന്നുണ്ടാവുക. നെയ്മർ, പ്രിയപ്പെട്ട നെയ്മർ, നിങ്ങൾ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്, അത് എല്ലാവരും കണ്ടതാണ്, എല്ലാവർക്കും അത് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ തല താഴ്ത്തി പോവേണ്ടവനല്ല, തല ഉയർത്തി തന്നെ മടങ്ങുക. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ചർച്ചകളും ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.